ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ, കമൻറ്റ് തരണേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ഇന്നത്തെ താരം മത്തിയാണ്. മത്തിയെ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അത് ഉണ്ടാക്കി അഭിപ്രായം അറിയിക്കണേ. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറുതായി കഷ്ണം കഴിച്ച ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, അരക്കാൻ ആവശ്യമായ വെള്ളം, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് എന്നിവ ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ലവണ്ണം അരച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നമ്മൾ ഈ അരച്ചെടുത്ത് വരുന്ന മസാല നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മത്തിയിലേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം. മസാല തേച്ച് പിടിപ്പിച്ചിട്ടാകുമ്പം ഒരു 1/4 മണിക്കൂർ തൊട്ടിട്ട് അരമണിക്കൂർ വരെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. കുക്കർ മത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളീൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ ഈ കുക്കർ മത്തിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പില ചേർത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ച മത്തി ഓരോന്നായി ചേർക്കുക. മത്തിയെല്ലാം കുക്കറിലാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കണം. പുളിവെള്ളം ചേർത്തതിന് ശേഷം അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് കുക്കറിൻ്റെ മൂടി അടച്ച് വെക്കണം. സ്റ്റൗ സിമ്മിലേക്ക് മാറ്റണം. ഒരു വിസിൽ വന്നാൽ നമ്മുടെ കുക്കർ മത്തി റെഡിയാവും. അങ്ങനെ നമ്മളെ ഇന്നത്തെ താരം കുക്കർ മത്തി റെഡിയായിരിക്കുകയാണ്. വിസിൽ വന്നു, ആവിയെല്ലാം പോയ ശേഷം കുക്കറിൻ്റെ മൂടി തുറക്കുമ്പം അടിക്കള മൊത്തം ഇതിൻ്റെ സ്മെല്ലാണിരുന്നു. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുണ്ടാക്കി നോക്കണം. അഭിപ്രായം രേഖപ്പെടുത്തണം. നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്.